എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വിഷുവിൻ്റെ ഡേ ആയതുകൊണ്ട് ഇവിടെ ഓരോരുത്തരും അവരവരുടെ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ അച്ചാച്ചി ഉണ്ടാക്കാൻ പോകുന്നത് പന്നിക്കറിയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസ. ഞങ്ങളിന്ന് പന്നിക്കറി തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ ഭയങ്കര പാചകക്കാരൊന്നുമല്ല. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ തനതായ ആ ഒരു രീതിയിലുള്ള ഒരു പന്നിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഒത്തിരി പാചകക്കാരൊക്കെ ഇത് കാണുമായിരിക്കും. പക്ഷെ നിങ്ങൾ അതെല്ലാം മറന്നിട്ട് നമ്മുടെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങട്ടെ. ഓക്കെ. നമ്മുടെ പന്നിക്കറിയുടെ ഫിനിഷിംഗ് പോയിൻ്റായി. ഇന്ന് വിഷുവൊക്കെ ആയിക്കൊണ്ട് എല്ലാവരും ഞങ്ങളിന്ന് അനിയൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങളുടെ ചേട്ടന്മാർ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പം ഞാനിന്ന് ഈ പന്നിക്കറി ഉണ്ടാക്കാനായിട്ട് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് ദേവു, ഇത് അമ്മച്ചി, ഇത് രമ്യ ചേച്ചി, ഇത് ചിറ്റ ഓമന. ഇവരുടെയൊക്കെ എല്ലാവരും അപ്പുറത്തുണ്ട് കുറെ പേര്. ഇവരുടെയൊക്കെ ഈ കൈ തൊടുന്നതുകൊണ്ടാണ് ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് വരുന്നത്. ഇവരുടെയൊക്കെ കൈ തൊട്ടാൽ മതി, അതുകണക്ക് ടേസ്റ്റാണ് കറിക്ക്. അതാണ് നമ്മുടെ ഈ പാചകത്തിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇവരൊക്കെയാണ്. ഓക്കെ, ഇതോടെ നമ്മുടെ ഒരു വിധം ശരിയായി. അങ്ങനെ അച്ചാച്ചിയുടെ പന്നിക്കറിക്ക് ശേഷം നമ്മുടെ കൊച്ചീച്ചൻ ബാബു കൊച്ചീച്ചൻ്റെ വക ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഉപ്പിട്ടാറുമ്പോൾ ഒന്നര ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കൊച്ചീച്ചൻ്റെ ചിക്കൻ കറിയും ഇതോടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കൊച്ചീച്ചൻ്റെ മകനായ അനന്തുവിൻ്റെ വക ചിക്കൻ തേങ്ങാക്കൊത്ത് തവ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അനന്തു ഷാർജയിലെ ഒരു ഹോട്ടലിലെ മെയിൻ കുക്കാണ് കേട്ടോ. അപ്പം നമുക്ക് അനന്തുവിൻ്റെ കുക്കിങ്ങിലോട്ട് പോവാം. ഈ കുക്കിങ്ങിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസൊക്കെ വേറെ വരുന്നുണ്ട്. ഒന്നുകൂടെ ഈ ഐറ്റം നമ്മൾ ഉണ്ടാക്കിയത് മെയിനായിട്ട് ടച്ചിങ്ങിന് വേണ്ടിയാണ് കേട്ടോ. അതുപോലെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നമ്മുടെ ഡിഷ് റെഡി. അനന്തു ഉണ്ടാക്കിയ ഐറ്റത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നറിയാൻ ആദ്യമേ തന്നെ അനന്തുവിൻ്റെ വൈഫിൻ്റെ കയ്യിലാണ് ചെക്കിങ്ങിന് വേണ്ടി കൊടുത്തത്. ചിറ്റ കാബേജ് തോരനായിട്ടുള്ള തേങ്ങയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോ കറികൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ക്യാരറ്റ്, കാബേജ്, സബോളയും പച്ചമുളകും അരിഞ്ഞിട്ട് ഒരുമിച്ച്. അതെ, തേങ്ങ തീര ചിലപ്പോൾ തീരുന്നു, അല്ലെങ്കിൽ ഒതുക്കി ചേർക്കും. അന്നേരം അടിപൊളി കറിയാണ്. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഇച്ചിരി ചെറുപയർ പരിപ്പൂടെ ഇടുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി വെക്കുമ്പോൾ ഒന്നും ചെറുപയർ പരിപ്പ് കടുക് പൊട്ടിക്കുന്നതിനകത്ത് അന്നേരം കരികരൊക്കെ കടിക്കാൻ പറ്റും. ഓമനാൻഡി ഇന്ന് ചെയ്യാൻ പോകുന്ന ക്യാബേജ് തോരൻ വെക്കാൻ പോകുന്ന ഓമനാൻഡിയാണ്. അപ്പം നമ്മൾ ഓമനാൻഡി എങ്ങനെ വെക്കുന്നത്? ഉപ്പ് പൊടിയല്ലേ? പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കാലിലോട്ട് ഉച്ചയൂണിനുള്ള വാഴയില വെട്ടാൻ പോവാ നമ്മള്. എവിടെയാ? ആണോ? ഐശ്വര്യ എന്നറിയോ, അവൻ എന്തിട്ടാലും പൊട്ടിപ്പോക്കും. അയ്യോ, വാ ഇല നോക്കാം. പടക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇല വെട്ടാൻ പോകട്ടോ, ഉച്ചയ്ക്ക് ഊണിനുള്ള.
ഒറ്റക്കെട്ടെന്ന് പറഞ്ഞിട്ട് ആണ്ട് നടക്കുന്നു മനുഷ്യനെ കൊണ്ടുവന്നു. ഈ മാങ്ങയ്ക്ക് പുളിയുള്ള എറിഞ്ഞിട്ടല്ല. ഞാൻ പഴയ SFIയുടെ നേതാവായിരുന്നു. ഞാൻ നാളെ പറയും, നീ നാളെ എന്നോട് വന്നിട്ട് പണിയെടുത്തോ അല്ലേ? ഉണ്ണി മാങ്ങ അറിയാൻ പോട്ടോ. ആരെല്ലാം വീഴുന്നു? ആ ദേവൂട്ടൻ ഒരെല വീണിട്ടുണ്ട്. മുഖത്തോളും പഴുത്താണോടാ? ഇങ്ങോട്ടൊന്ന് പഴുത്താണോ? ആ ഇത് പഴുപ്പിക്കാൻ അണ്ണ മാങ്ങ ഞാൻ പറട്ടെ, അണ്ണ അറിയാൻ പോകുന്ന മാങ്ങ എന്ന് പറട്ടെ. ഈ ഉണ്ട് അതല്ല നീ ഏതുണ്ടോ അതറിയാൻ പോകുന്നു. മാങ്ങ മാത്രം അതറിയാൻ പോകുന്നു. ഏത് കൺട്രി അറിയും, എനിക്കറിയാലോ. നമ്മുടെ ഈ എടുത്തു വച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം നമ്മുടെ ഈ മൺമറിഞ്ഞു പോയ പ്രതിക്കൾക്കല്ല, നമ്മുടെ മുതിർന്നവർക്കൊക്കെ എല്ലാം വേണ്ടിയിട്ട് കിള്ളിവെപ്പ് എന്ന് പറയും, അതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ വിഭവങ്ങൾ. ഇത് അച്ചാറ്, മീൻകറി, നാരങ്ങ അച്ചാറ്, മീൻ, തോരൻ, മാങ്ങ, ഇഞ്ചി, ഇത് മറ്റേ പന്നി, ഇത് ചിക്കൻ, ഇത്ര നമ്മൾ പപ്പടം, മോര്, പരിപ്പ് ചവച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകെ സാമ്പാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഇത് സദ്യ ഇത് തുടങ്ങാൻ പോവാണ്. നമ്മളെ വുഡിൻ്റെ ഇതെല്ലാം തുടങ്ങാൻ പോവാണ്. നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ഇത് കൊടുക്കാൻ പോവാണ്. വിഷുവിനൊക്കെ ചിലപ്പം എല്ലായിടത്തും വെജിറ്റേറിയൻ സദ്യയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ വർഷങ്ങളായിട്ട് നോൺ വെജിറ്റേറിയൻ തന്നെയാണ് നമ്മുടെ വിഷുവിനൊക്കെ ആഘോഷിക്കുന്നത്. നമ്മളെ കുട്ടികളൊക്കെ ആദ്യമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കും കേട്ടോ. നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ആറാണ്. ഇവിടെ കുമരകത്തെ മെയിൻ ബോട്ടിംഗ് ഏരിയയും കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ തന്നെ കായലിലേക്ക് എത്തും. നമ്മുടെ വേമ്പനാട്ട് കായൽ ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ കിടക്കുന്ന കാണാം. ഇതാണ് നമ്മുടെ തറവാട് അല്ലെങ്കിൽ കുടുംബ വീട് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിഷുവാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് മാരാരിക്കുളം ബീച്ച് വരെ പോയി. അപ്പോൾ അവിടെ ഞാനും ധന്യയും അതുപോലെ അന്നുവും കൂടെ മാത്രമാണ് പോയത്. അവിടെ നമ്മൾ വളരെ രാത്രിയായി കേട്ടോ തിരിച്ചു വന്നപ്പോൾ. അനുവിന് ബീച്ചിൽ പോകാനായിട്ട് വളരെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ അവിടെ മണ്ണിനകത്തൊക്കെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് എറണാകുളത്ത് നിന്ന് പോകുന്നപ്പോൾ തന്നെ ബീച്ചിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത് തന്നെ. അങ്ങനെ പുള്ളിയുടെ ആഗ്രഹത്തിനൊത്ത് നമ്മൾ ബീച്ചിലൊക്കെ പോയി അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ വിഷു ആ രാത്രി അവസാനിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.